3 വെടിപൊട്ടുന്ന ശബ്ദമാണ് കേട്ടത്. കമാൻഡർ സാർ എന്നോട് പറഞ്ഞു. I think I shot a man. മാർഷൽ സാമുവലിനെ ഇപ്പൊ തന്നെ കുഴിയിൽ വീഴ്ത്തിയില്ലേ? ശരി, ഇനി അടുത്തതാരാ? It's Officer Lobo. John Lobo. കമാൻഡർ നാനാവതി നോൺ ഗിൽറ്റി പ്ലീഡ് ചെയ്തതിനു ശേഷം ഓഫീസർ ജോൺ ലോഗോ പറയുന്ന തെളിവുകൾ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. And incidentally, I have also changed the story. From Kava's in danger to Parsi's in danger. And we will get what we want. ഞാൻ എങ്ങോട്ട് പോകില്ല. ഭർത്താവിനോട് സംസാരിക്കാൻ. നോക്ക്, എന്നോട് ഇങ്ങനൊന്നും എതിർത്ത് സംസാരിക്കാൻ പാടില്ല, പറഞ്ഞേക്കാം. തോക്കെടുത്ത് 3 പ്രാവശ്യം ഞങ്ങൾ വെടിവെച്ച് കൊല്ലോ. നിങ്ങളുടെ പാഴ്സി സിന്ധി വഴക്കില് എന്റെ കുടുംബവും തെരുവിലായിരിക്കുന്നു. പാർസികളും സിന്ധികളും തമ്മിലടിക്കുന്ന കണ്ടില്ലേ സാറേ? ഒരു കൊലപാതകിയെ ഹീറോ ആക്കിയിരിക്കുന്നത്. മിക്കവാറും ഇവിടെ ഒരു ലാത്തി ചാർജ് ഉണ്ടാവും സാറേ. ശരത് ഗോലിബിൻ, ഇന്ന് ചന്ദ്രഗ്രഹണമാണ്, നല്ല ദിവസമല്ല. അതെന്താ സാറേ? സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് വെളിച്ചം ഇരുട്ടാകും. പക്ഷെ ചന്ദ്രഗ്രഹണത്തിൻ്റെ അന്ന് ഇരുട്ട് കൂടുതൽ ഇരുട്ടാകും. ഈ ഇരുട്ട് നഗരത്തെ തന്നെ ഇരുട്ടിലാക്കുമോ എന്ന് ഭയമുണ്ട്. കമാൻഡർ കാവസ് മാണിക്ഷാ നാനാവതി, സെക്ഷൻ 302 അനുസരിച്ച് മർഡർ ചാർജാണ്. നിങ്ങൾ പ്രേം ഭഗവാൻദാസ് സാഹുജിയെ കൊന്നതായി ആരോപിക്കപ്പെട്ടു. സാധാരണ സോൾജിയർ എപ്പോഴും അതിർത്തിയിലാണ് നിൽക്കാറുള്ളത്. അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല. The nation is family. He is under threat. He killed. ഡൽഹി ഇതിനെക്കുറിച്ചാണ് ഇപ്പോഴെല്ലായിടത്തും ചർച്ച. ആ നെറിയട്ടവള് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയല്ലായിരുന്നു. മാരിറ്റൽ സ്റ്റേറ്റസ് ഇടയിൽ വരാനേ പാടില്ല. കുറ്റം ചെയ്തിട്ടില്ല. ഇവിടെ ഡിഫൻസ് സിൽവിയ നാനാവതിയെ അവരെ ഒരു മോശക്കാരിയാക്കി മാറ്റി. എന്റെ ഭാര്യ ഒരിക്കലും ഡീഫോൾട്ട് ഈ കേസ്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. സോറി ടു സേവ് ദ ഇമേജ് ഓഫ് മൈ ഗേൾ. ഒരാളുടെ വീട്ടിൽ കയറി അയാളെ കൊല്ലാൻ നിയമം ആരെയും അനുവദിക്കുന്നില്ല. അത് കുറ്റകരമാണ്. You are making a big mistake. Yes, she is lying. എനിക്ക് വേണ്ടി ഒന്ന് കൺസിഡർ ചെയ്യൂ. എല്ലായിടത്തും സംഭവിക്കുന്നതാ. ഒരിക്കലുമില്ല. I love Kavas Manikchand. How to death. ഈ കഥ കേൾക്കാൻ കൊള്ളാം. ഈ കേസിൽ ഇതുവരെ പലരും പറഞ്ഞ കാര്യം കമാൻഡർ ആരോട് എന്ത് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞില്ല എന്നതാണ്. എങ്ങനെ സംസാരിച്ചു, ഏത് രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ആർക്കും ഒരു കാര്യം അറിയില്ല, അന്ന് പ്രേം അഹൂജയുടെ ബെഡ്റൂമിൽ എന്താണ് സംഭവിച്ചതെന്ന്. സത്യം എന്താണെന്ന് വെച്ചാൽ 4 ചുവരുകൾക്കുള്ളിൽ സത്യം മറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് പ്രേം അഹൂജയുടെ ബെഡ്റൂമിൽ. ആൻഡ് there is only one person in this court. അയാൾക്ക് തീർച്ചയായും അറിയാം എന്താ സംഭവിച്ചെന്ന്. So members of the jury, my lord, let's hear what happened that faithful April afternoon from the horse's mouth itself. And with your permission, ഞാൻ വിളിക്കാൻ പോകുന്നത് കമാൻഡർ കാവസ് മാണിക്ഷോ നാനാവതി. കമാൻഡർ നാനാവതി, നിങ്ങൾ ഈ കോർട്ടിനോടും ജൂറിയോടും ഒരു കാര്യം പറയണം. അന്ന് പ്രേം അഹൂജയുടെ മുറിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇൻ ഫുൾ ഡീറ്റെയിൽ. ഞാൻ പ്രേം അഹൂജയുടെ വീട്ടിലേക്ക് പോയിട്ട് നേരെ അയാളുടെ ബെഡ്റൂമിലേക്കാണ് പോയത്. അയാൾ കുളിച്ചിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് തല ചീകുകയായിരുന്നു. ശരീരത്തൊരു ടവൽ മാത്രമേ ഉള്ളൂ. അയാൾ എന്നെ കണ്ടതും ഹി വാസ് ഷോക്ക്. അയാൾ എന്നെ നോക്കിയിട്ട് ഇവിടെ നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ആർ യു പ്രിപ്പയർഡ് ടു മാരി മൈ വൈഫ് ആൻഡ് ലുക്ക് ആഫ്റ്റർ മൈ ചിൽഡ്രൻ? അതിന് അദ്ദേഹം എന്താണ് പറഞ്ഞത്? നിങ്ങൾക്കത് ജഡ്ജിയോടും ജൂറി മെമ്പേഴ്സിനോടും പറയാമോ? അയാൾ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്? He said, കൂടെ കിടക്കുന്ന എല്ലാ സ്ത്രീകളെയും വിവാഹം കഴിക്കാൻ പറ്റുമോ? സൈലൻസ്. പ്ലീസ് കണ്ടിന്യൂ. എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. ആ ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. ഞാൻ എൻ്റെ ഗൺ ക്യാബിനറ്റിൻ്റെ മുകളിൽ വെച്ചു. ഞങ്ങൾക്കുള്ളിൽ വാഗ്വാദം നടന്നു.
പ്രേം ഗൺ എടുത്തു. അവനെ തടുക്കാൻ വേണ്ടി വലതു കൈ ഞാൻ പിടിച്ചു. ആ പോരാട്ടത്തിൽ എന്റെ വിരൽ ട്രിഗറിൽ കൊണ്ട് യാദൃച്ഛികമായി വെടിവെച്ചു. ആൻഡ് ദിസ് ഈസ് ദ ട്രൂത്ത്, യുവർ ഓണർ. ഏപ്രിൽ 27-ാം തീയതി വെടിവെപ്പ് നടന്നു. 3 റൗണ്ട് വെടിവെച്ചു. ആൻഡ് യെസ്, ദർ വാസ് എ ഡെഡ് ബോഡി. പക്ഷെ അതൊരു കൊലപാതകമായിരുന്നില്ല. ഇറ്റ് വാസ് ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് ഹാസഡ് ഏർലിയർ ബൈ ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ചന്തു ത്രിവേദി. ത്രിവേദി സാർ, നിങ്ങൾ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് എന്താ ലെറ്റർ അയക്കണോ? മൈ ലോർഡ്, ഞാനിതുവരെ സംസാരിച്ച് തീർന്നില്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? മൈ ലോർഡ്, ഇതിനു ശേഷം നടന്ന കഥയൊക്കെ കേട്ട് കഴിഞ്ഞതാ. കേട്ടത് തന്നെയാണ് ചന്തു സാർ. പക്ഷെ അപ്പോ പ്രബോസ് മാർഷലിന്റെ വായിന്നല്ലേ കേട്ടത്. ഇപ്പൊ കമാൻഡർ പറയും. ഞാൻ പ്രോസിക്യൂഷനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, കുറച്ച് ക്ഷമയോടെ ഇരിക്കണം. താങ്ക് യു. പറയൂ. ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ എൻ്റെ സീനിയർ പ്രൊവോസ്റ്റ് മാർഷലിൻ്റെ അടുത്തേക്കെത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗോ ടു ക്രൈം ബ്രാഞ്ച് ഓഫീസ് ആൻഡ് സറണ്ടർ ടു ഓഫീസർ ജോൺ ലോഗോ. ആ സമയത്ത് പ്രേം അഹൂജയുടെ ബെഡ്റൂമിന്റെ കതക് തുറന്നിരുന്നോ അതോ അടച്ചിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ടൈം വേസ്റ്റ് ചെയ്യാണ് കാൽ. എനിക്കൊരു ചോദ്യം ചോദിക്കണം. ഞാൻ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ ഒരേ ഒരു ചോദ്യമല്ലേ ചോദിക്കാൻ ആവശ്യപ്പെട്ടുള്ളൂ. എനിവേസ് കമാൻഡർ, ആ സമയത്ത് 3 തവണ വെടിവെച്ചു ആക്സിഡന്റലി. ആദ്യം നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് വിഷമം തോന്നി? ആർ യു ഫീലിംഗ് ഗിൽറ്റി ഓർ ആർ യു ഫീലിംഗ് ഷോക്ക്ഡ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം ചോദ്യം ചോദിക്കുകയാണോ അതോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുകയാണോ? ഞാൻ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ. പ്ലീസ് ലെറ്റ് മീ. ത്രിവേദി സാർ, നിങ്ങളുടെ ചോദ്യം അടുത്ത ഹിയറിംഗിൽ ചോദിച്ചാൽ മതി. മൈ ലോർഡ്, ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. കോട്ടി സാജന്റ്. ഇങ്ങനൊരു ട്വിസ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ. ഇങ്ങനെ ആക്സിഡന്റലി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലുമില്ല. തീർച്ചയായും. മാഡം, നമ്മളിപ്പോൾ ഒരു സൈഡല്ലേ കേട്ടിട്ടുള്ളൂ. പ്രോസിക്യൂഷൻ എന്താ പറയുന്നതെന്ന് കാത്തിരിക്കാം. പക്ഷെ കാവസിന്റെ മുഖം കണ്ടിട്ട് അദ്ദേഹം നുണ പറയുന്ന പോലെ തോന്നുന്നില്ല അല്ലേ? ആ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. ചന്തു സാർ, നിങ്ങളെന്താ ഉറങ്ങായിരുന്നു? നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത് രാം സാർ? അടുത്ത ഹിയറിംഗിൽ ശരിയാക്കാവുന്നേ. അടുത്ത ഹിയറിംഗ് 4 ദിവസത്തിന് ശേഷമാ. കാവസ് എന്താണോ പറഞ്ഞത് അതിനെ പറ്റിയായിരിക്കും ജൂറികൾ 4 ദിവസത്തേക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവർ സ്വപ്നമൊന്നും കാണില്ല. ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ചന്തു. വീണ്ടും ആ കാലം നമ്മളെ മണ്ടന്മാരാക്കിയിരിക്കുകയാണ്. ഗുഡ് ലക്ക് ഫോർ ദ നെക്സ്റ്റ് ഹിയറിംഗ് ത്രിവേദി. മൗണ്ട് ബാറ്റൺ, നിനക്ക് ഭയങ്കര അഹങ്കാരം അല്ലേ? നിന്റെ ബുദ്ധിയിൽ നിനക്ക് അത്ര വിശ്വാസമാ അല്ലേ? ഡിക്ഷണറി കലക്കി കുടിച്ചിട്ട് വന്ന് ഇവിടെ വന്ന് ഛർദ്ദിക്കുകയാണ്. നീ എന്താ മനസ്സിലാക്കിയേ? എനിക്കൊന്നും അറിയില്ല. നീ മാത്രം ബുദ്ധിയുള്ളവനെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ വൃത്തികെട്ട കളിയുടെ അവസാനിപ്പിച്ചു. ഐ എം ഗെറ്റിംഗ് ഇൻസൈഡ് യുവർ മൈൻഡ്. ഐ എം റീഡിങ് ഇറ്റ്. അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന്. എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. എൻ്റെ അടുത്ത് കുറച്ച് കെയർഫുൾ ആയിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് വാടോ. വാക്കുകൾ പോലും ഉച്ചരിക്കാൻ അറിയില്ല. കാവാസിന്റെ കേസിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നിർഭാഗ്യവശാൽ സംഭവിച്ചതാണെന്നാണ് അയാൾ പറഞ്ഞത്. ഇത് കൊലപാതകമല്ല, യാദൃച്ഛികമാണെന്ന്. So that is how many months you have taken for travel? 4. That's lovely. You mean what has happened to you? Why are you looking at me like this? This is a gift from Tapanka, my friend. He's from Africa. He had sailed 4 months just to meet me. Anything for you, sir. Thank you. So Tatanka, you were telling me, so what happens in your country when a man sleeps with the other man's wife? We will kill him. അങ്ങനെയുള്ളവരുടെ ജീവൻ ഞങ്ങൾ എടുക്കും.
വി ആർ ഡൂയിങ് ദ സെയിം തിങ് ഹിയർ. നമ്മൾ ശരിയായിട്ടല്ലേ ചെയ്യുന്നത്? കാവസ് പ്രേമിനെ കൊന്നു. വി ആർ ടേണിംഗ് പ്രേം ഇൻടു എ മോൺസ്റ്റർ. സോ വാട്ട് ഹാപ്പൻ ടുഡേ ഇൻ ദ കോർട്ട്? കാവാസ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹവും പ്രേമും തമ്മിൽ റൂമിൽ വെച്ച് ഒരു വലിയ വഴക്കുണ്ടായെന്നാണ്. പ്രേം അഹൂജ പിസ്റ്റൾ എടുക്കുന്ന സമയത്ത് യാദർച്ഛികമായി അവിടെ വെടി പൊട്ടുകയും അങ്ങനെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഞാൻ കരുതുന്നത് നമുക്ക് അടുത്ത ഹെഡ്ലൈൻ കിട്ടിയെന്നാ. പിസ്റ്റൾ ഗോസ് ഓഫ് ആക്സിഡന്റലി ഡ്യൂറിംഗ് സ്കഫിൾ. പ്രിന്റിങ്ങിന് അയക്കട്ടെ. പിസ്റ്റൽ ഗോസ് ഓഫ് ആക്സിഡന്റലി. ഇതൊരു ഹെഡ്ലൈൻ ആണോ? സ്കഫിലിനുള്ള റീസൺ എന്താ? ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. റീസൺ എന്താ? ഐ മീൻ കാൽ കാവാസിനെ കൊണ്ട് പറയിപ്പിച്ചു. അതായത് പ്രേം അഹൂജ പറഞ്ഞു കൂടെ കിടക്കുന്ന എല്ലാ സ്ത്രീകളെയും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. He said that? അതെ സാറേ. He actually said that in front of the jury. അതെ സാറേ, ജൂറിയുടെ മുന്നിലും കോടതിയിലും ജഡ്ജിയുടെ മുന്നിലും എല്ലാവരുടെയും മുന്നിൽ വെച്ചാ പറഞ്ഞത്. ഞാനത് നോട്ട് ചെയ്തു. ഡു ഐ നീഡ് ടു മാരി എവറി വുമൺ ഐ സ്ലീപ്പ് വിത്ത്? സോ ഇതാണ് നിന്റെ ഹെഡ്ലൈൻസ് എന്ന് പറയുന്നു. I don't marry every woman I sleep with. സാറേ, ആ പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. യഥാർത്ഥ ലൈൻ എന്താന്ന് വെച്ചാൽ ഡു ഐ നീഡ് ടു മാരി എവറി വുമൺ ഐ സ്ലീപ്പ് വിത്ത്. അതാണ് ലൈൻ. നീ ഒരിക്കലും നന്നാവില്ല. Just go home. സാറേ. And please arrange some lunch for us. സർ. ഫിറോസ്, ഫിറോസ്, ഈ കത്തി എങ്ങനെ നിന്റെ ബാഗിൽ വന്നത്? I will kill them. Kill who? Anyone says anything about your father, you tell them he's the hero. Mommy, Yes. do you have a boyfriend? The knife is for the guy who said that. പ്രേമഹൂജ നാനാവട്ടിയോട് എന്താ പറഞ്ഞെന്ന് അറിയണമോ? എന്റെ കൂടെ കിടക്കുന്ന എല്ലാ സ്ത്രീകളും എനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. ഒരു പേപ്പർ തന്നെ. അതാ വരുന്നു. ഇതാ വാങ്ങിച്ചോളൂ. എന്താടാ 25 പൈസയുടെ പേപ്പറിന് 2 രൂപ ചോദിക്കുന്നത്? ഡിമാൻഡ് ആണ് സാർ, ഡിമാൻഡ്. കോർട്ടിൽ ഇരിക്കാനാണെങ്കിൽ 5 രൂപ. വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യണ്ട. എന്നാ തന്നെ. ഇന്നാ ബ്ലേഡ്സ്. ബിലാനി, നീ എന്നെ വിട്ടേച്ചു പോരുത്. ഞാനതിനെങ്ങോട്ടും പോയില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഓർമ്മ വരുമ്പോഴെല്ലാം ഞാൻ ഇവിടെ ഉണ്ടാവും. സൈറയുടെ വയറ്റിൽ നിങ്ങളുടെ കുഞ്ഞാണുള്ളത്. അവൾക്കാണ് നിങ്ങളുടെ മേളിൽ കൂടുതൽ അവകാശം. ഞാനില്ലാതെ നിനക്ക് കഴിയാൻ പറ്റൂ? നിങ്ങളുടെ മനസ്സിൽ ഞാൻ എന്നും കാണും, എന്നും. വെരി ഗുഡ് ഷോട്ട്. വളരെ നന്നായിരുന്നു. നിങ്ങൾ നന്നായിട്ട് ചെയ്തു. വരൂ വരൂ വരൂ, ഇരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സീൻ? നീ ഇപ്പൊ എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു വശത്ത് മദർ ഇന്ത്യ പോലുള്ള സിനിമയിൽ അഭിനയിച്ചിട്ട് ഇവിടെ ഇങ്ങനെ. എക്സ്ക്യൂസ് മീ, മദർ ഇന്ത്യനെക്കാളും വലുത് ചേട്ടത്തിയാണ്, അറിയാമോ? ഇതുപോലുള്ള പടമൊക്കെ ഹിറ്റായി കഴിഞ്ഞാ സിൽവിയയുടെ കാര്യം കഴിഞ്ഞു തന്നെ. അവളുടെ പേര് ബ്ലിറ്റ്സിൽ 2 രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുക. പ്രേം മരിച്ചു. ഇപ്പം എന്തിനാ വന്നത്? I'm sorry. I didn't hear you. What? I'm sorry. നീ സോറി പറഞ്ഞതുകൊണ്ടെല്ലാം ശരിയാവോ? നിനക്ക് ഭർത്താവുണ്ട്, നിനക്ക് ഫാമിലി ഉണ്ട്.
എന്റെ ചേട്ടൻ മരിച്ചു, ഞാൻ ഇന്ന് അനാഥയായി മാറി. ഡിഡ് യു എവർ ലവ് മൈ ബ്രദർ? അല്ലെങ്കിൽ വെറും തമാശയായിരുന്നു? ഈസ് ദിസ് ദ റിയൽ പ്രേമ പൂജ? ഇതാണോ അവനെ കുറിച്ചുള്ള സത്യം? I'm sorry. നിന്റെ സോറി കൊണ്ടുപോയി. ഇതാണോ എന്റെ ചേട്ടനോടുള്ള സ്നേഹം? ഇതാണോ നീ എന്റെ ചേട്ടന് കൊടുത്ത സ്നേഹം? Your fucking honorable husband killed my brother, and you're killing me every minute by standing beside that man. Of all the gin joints and all the town and all the world, she walks into my life. Casablanca. Sometimes I wonder if you'll do the same. Leave me as the husband of yours. Then I soon realize this fear, this pain, this uncertainty is an outcome of relationship the world calls an affair. And my love, the world will judge. The world will gossip. But only you and I shall know the feeling we share. So when it's hard and lonely, just remember, Ke Sara Sara, and that I love you. I'm a mother. I have no choice. I'm doing this for my kids. ഈ ജേർണലിസ്റ്റുകളെ മാറ്റാൻ പറ്റില്ല. പക്ഷെ അവരുടെ കഥ മാറ്റുന്ന ഈ ട്രിക്സ് ലോയേഴ്സിന് വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ദിസ് സ്റ്റോറി ഇസ് ബെറ്റർ ദാൻ മൈൻ. ബ്ലിറ്റ്സ് ദ ചാൻസ്. Good evening, gentlemen. വന്നാട്ടെ. Scotch for him. Bubble, please. Adivan, I read your article on the changing behavior of the society. Very truthful, very interesting, and here's to a successful article. Thanks. You know, I always wonder, നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും സക്സസ് ആവാൻ പറ്റുന്നത്? ദേ നോക്ക്, ഇന്ന് ഞങ്ങളോട് സത്യം പറഞ്ഞേ പറ്റൂ. It's actually very simple. Because I know that truth is overrated. And I never let the truth come in front of the good story. That's all. I love this man. I love this man. എപ്പോഴൊക്കെ ഇയാൾ വാതുറക്കുന്നു അപ്പോഴൊക്കെ ഇങ്ങനെയാ. The credit actually goes to your nose. And I must say, I love this paper. I just love reading it. To my kids. അത് പിന്നെ കുട്ടികൾക്കെല്ലാം ഇതിനേക്കാൾ ഒരു ബെറ്റർ പേപ്പർ കിട്ടില്ല. താങ്ക്സ് കേട്ടോ. പക്ഷെ ഇന്ന് പറഞ്ഞേ പറ്റൂ. ഐ റീഡ് എവറി വേർഡ് ഓഫ് ബ്ലിക്സ്. Really? Yes. I'm your fan. All of us are your fans. പിന്നെ നിങ്ങളെ ഗൗരവപ്പെടുത്താൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഞങ്ങൾ നൽകാൻ പോവാ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. എക്സ്ക്യൂസ് മീ. ഹിയർ സംതിങ് സ്പെഷ്യൽ ഫോർ യു. ഇഷ്ടമായോ? ഇവിടുന്നല്ലേ നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ വരുന്നത്? ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി വേർ യു ഫ്ലഷിംഗ് ഡൗൺ, isn't it? Thank you for your love. It's very creative. I wish നിങ്ങളുടെ പേപ്പർ ഇതേപോലെ ക്രിയേറ്റീവ് ആയിരിക്കണം. കറൻഷിയ, ഞങ്ങൾ ന്യൂസാണ് പ്രിന്റ് ചെയ്യുന്നത്, മറിച്ച് ഗോസിപ്സ് അല്ല. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. But remember one thing. ഇന്ന് ഞാൻ ചെയ്യുന്നത് 50 വർഷങ്ങൾക്ക് ശേഷം എല്ലാ ന്യൂസ് പേപ്പറും ഇതേ ചെയ്യും. I am the one who knows what the nation wants. Don't forget that. Well done. ഞങ്ങളുടെ ആർട്ടിക്കിനെ പോലെ this is also quite truthful. Tastes exactly like shit. Enjoy it.
ഇപ്പൊ നിങ്ങളെ ക്രൈം നടന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. അതിനുവേണ്ടിയാണ് ക്രൈം ലൊക്കേഷനിൽ ഒരു സാധനവും തൊടാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇത് മുഴുവനും കെട്ടിയിരിക്കുന്നത് ബ്ലാക്ക് മണി കൊണ്ടായിരിക്കും. നമ്മുടെ ഈ മുംബൈയില് പാർസികളെ എത്ര പേരുണ്ടാവും എന്ന് പറ? 1,00,000 ഉണ്ടാവും. എന്നിട്ടും ബോംബെയിലെ പാതി ആൾക്കാർ പാർസികളെ പോലെയല്ലേ കഴിയുന്നേ. അത് വെച്ച് നോക്കുമ്പോ ഈ പാർസികളും അതുപോലെ തന്നെയല്ലേ? എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? വെള്ളക്കാർ പോയതിനു ശേഷം പാർസികള് ലോകത്തെമ്പാടും ബോംബെക്ക് ഒരു അഭിമാനമാണ്. അതുകൊണ്ടാണ് ഈ പാർസികളെ ലോകം മുഴുവനും വെള്ളക്കാരുടെ വാലാട്ടുകളാണെന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ മിസ്റ്റർ ബാർജോർ, മിസ്റ്റർ ഗണേഷ്, കഴിഞ്ഞോ? അകത്ത് പോവാലോ. നമസ്കാരം സാറേ. എന്തെങ്കിലും കഴിച്ചാട്ടെ. ഒഫീഷ്യൽ ജോലിയായിട്ട് വന്നതാണ്. ഇതൊന്നും കഴിക്കാൻ വേണ്ടിയല്ല. എന്റെ ദൈവമേ, ഇത് വീടാണോ അതോ സിനിമയുടെ സെറ്റാണോ? അല്ല, നിങ്ങൾ ബ്രാഹ്മണ സ്ത്രീയല്ലേ? ആ, ഇതിലും മുട്ട ചേർത്തിട്ടുണ്ട്. അത് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ 4 മുട്ട കഴിക്കാന്ന്. ആരോഗ്യത്തിന് നല്ലതത്രേ. കഴിച്ചോ? ഇത് കൊള്ളാലോ. ലൈറ്റ് താനെ ഓണാകുന്നു, ഓഫാകുന്നു. നിമ്മി മാഡം, വെരി നൈസ് ഹൗസ്. വളരെ വലുതാ. ഇത്ര വലിയ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണല്ലേ? ബിസിനസ്സും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നോക്കണം. വെരി ബ്രേവ് ഗേൾ. ഐ റെസ്പെക്ട് ഫോർ യു. മിസ്റ്റർ ബർജോ, പോവാം. ഇവിടെ നിന്ന് എന്താ പഞ്ചാര അടിക്കാണോ? നിങ്ങൾ യഥാർത്ഥ പാർസി അല്ലേ? ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണല്ലോ പാർസി ജാഥയിലുള്ളത്. കഷ്ടം. ഇവിടെ നോക്കുമ്പോ ഒരു വഴക്കുണ്ടായ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. സാറ് പറഞ്ഞ ശരിയാ. ഇതാണല്ലേ ആ ഭാഗ്യമുള്ള കിടക്ക പ്രേമൻ ചേട്ടൻ സെഞ്ചുറി അടിച്ചത്. സർ, ഡെഡ് ബോഡി എങ്ങനെയാ വീണത്? തലകീഴായിട്ടാണോ നേരെയാണോ? കമന്ന്. നിങ്ങൾ പറയുന്ന വെച്ച് നോക്കുമ്പോ അയാള് വീണത് നേരെ ഇങ്ങനെയായിരുന്നോ അതോ ഇങ്ങനെ തിരിഞ്ഞാണോ കിടന്നിരുന്നത്? എന്ത് കളിയായി കളിച്ചോണ്ടിരിക്കുന്നത്? സാധാരണക്കാരുടെ വീട് ഇങ്ങനെയാണോ ഉണ്ടാവുക? ഈ അഹൂജയുടെ വീട് കണ്ടാ തന്നെ അറിയില്ലേ പണം വാരി എറിഞ്ഞിട്ടുണ്ടെന്ന്. പണക്കാരുടെ വീടൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. യെസ്, ഐ അഗ്രി വിത്ത് യു. കാവസ് വളരെ ഹാൻസം ആണല്ലേ. പാവം, അദ്ദേഹത്തെ തൂക്കി കയറ്റാൻ പോവാ. ആ സായിപ്പ് പിശാചിനെ കാരണം തൂക്കിക്കൊല്ലും. അവനാ സിന്ധിക്കാരുടെ അടുത്ത് പോകാതിരുന്നെങ്കിൽ ഭർത്താവിനോടൊപ്പം സുഖമായിട്ട് ജീവിക്കായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന് ഒരാളോട് ഇഷ്ടം തോന്നിയാ അതിനിങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് വേറൊരാളുമായിട്ട് ചുറ്റിക്കറന്നത് ശരിയാണോ? അങ്ങനെ നടക്കും. ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ബ്ലിറ്റ്സിൽ വായിച്ചിട്ടുണ്ട്, പ്രേമഹൂജക്ക് ഒന്നല്ല ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത്രേ. അതെ അതെ, ഞാനും പുറത്ത് ചിലരൊക്കെ പറയുന്നത് കേട്ടു. ആ ആഹുജ ഉണ്ടല്ലോ, മരിച്ചതിന് ശേഷവും പെണ്ണുങ്ങളുടെ പുറകെ കറങ്ങി നടപ്പുണ്ടത്രേ. ന്യൂസ് പേപ്പറിൽ എന്ത് വരുന്നു, കോടതിയിൽ എന്ത് പറയുന്നു, അതിലൊന്നും നിങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. കോടതിയിൽ എന്ത് തെളിയിക്കുന്നു അതാണ് പ്രധാനം. ചന്തു സാർ എവിടെയാണ്? സാറിന്ന് കുറച്ച് താമസിക്കുന്നു പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അയാൾ ലേറ്റ് ആയിട്ട് വരുന്നത്? ഇന്ന് കാവസിനെ ക്രോസ് എക്സാമിൻ ചെയ്യണമെന്ന് അയാൾക്ക് അറിഞ്ഞൂടെ? ഞങ്ങൾ ആന്ന് പറഞ്ഞാൽ എങ്ങനെ? ചന്തു സാർ എവിടെയാണ്? ശ്മശാനത്തിൽ പോയി. മനുഷ്യരൊക്കെ എത്ര വ്യത്യസ്തരാണ്. മരിച്ചതിന് ശേഷം
2 മിനിറ്റുകൾക്കുള്ളിൽ മനുഷ്യനെ ബോഡിന്ന് വിളിക്കും. ശരീരത്തിൽ ആത്മാവില്ലെങ്കിൽ അതിനെ ബോഡി എന്നല്ലേ വിളിക്കാറുള്ളത്. ആത്മാവില്ലെങ്കിൽ ബോഡി തന്നെ. ഈ ബോഡി തണുക്കാൻ അതായത് എത്ര സമയം എടുക്കും? ഏകദേശം ഒരു 6 മണിക്കൂറാവും. ഇവിടെ 6 മണിക്കൂറിനുള്ളിൽ കത്തിച്ച ബോഡി ഏതെങ്കിലും ഉണ്ടോ? ഒന്ന് നമസ്കരിക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞതാ, അത്രേ ഉള്ളൂ. വരാൻ ഇത്രയും സമയം എടുക്കുന്നത്? ഒരുപാടായി. നടക്കോ? ഇനി എപ്പോ വരാനാ? ഓ, കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. ആ, എനിക്ക് ഓഫീസിലും പോകണം. മൈ ലോർഡ്, ഇനി എത്ര നേരമാ പബ്ലിക് പ്രോസിക്യൂട്ടറിന് വേണ്ടി കാത്തിരിക്കുന്നത്? ആക്ച്വലി ഇത് കോടതിക്കെതിരായ കാര്യമാണ്. ഞാനിപ്പോൾ ചോദിക്കുന്നത്, വൈ യു ബി സോ ലീനിയന്റ്? 5 മിനിറ്റിനുള്ളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഐ അഷ്യൂർ യു കമാൻഡറെ അയാൾ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഓക്കെ? ഐ എം സോറി. ക്ഷമിക്കണം. സോറി. മൈ ലോർഡ്, നിങ്ങളുടെ പെർമിഷനോട് കൂടി ക്രോസ് എക്സാമിനേഷൻ തുടങ്ങട്ടെ? ത്രിവേദി സാർ, ഒരു വലിയ കേസ് വാദിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾ വലിയ ആളായി പോയി. അരമണിക്കൂർ വൈകിയാ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ ഈ കോടതിക്ക് ഓരോ മിനിറ്റും എത്ര രൂപ ചെലവുണ്ടെന്ന്? നിങ്ങൾ അരമണിക്കൂർ വൈകി വന്നതിന്റെ പേരിൽ 110 രൂപയാണ് സർക്കാരിന് ചെലവായിരിക്കുന്നത്. നിങ്ങളുടെ 3 മാസത്തെ ശമ്പളം കട്ട് ചെയ്യണം. കട്ട് ചെയ്യട്ടെ? സാർ, ഇത് ലാസ്റ്റ് ടൈമാ. ഇനി ഇതുപോലെ ഉണ്ടാവില്ല. ഞാൻ കമാൻഡർ സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? കമാൻഡർ സാർ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ വാഴപ്പഴത്തിൻ്റെ തോലിൽ ആക്സിഡൻ്റലി ചവിട്ടി വീണിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കാക്ക അത് കാഷ്ടിക്കുന്നത് കണ്ടിട്ട് ആക്സിഡൻ്റലി അതിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? പിന്നെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതായത് നിങ്ങളുടെ വൈഫിനും പ്രേം അഹൂജയ്ക്കും അഫെയർ ഉണ്ടെന്ന്? ആ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആദ്യം ഷിപ്പിലേക്ക് ചെന്ന് ഗണ്ണെടുത്ത് അത് ലോഡ് ചെയ്ത് എന്നിട്ട് പ്രേം അഹൂജയുടെ വീട്ടിലേക്ക് ചെന്ന് എന്നിട്ട് ആക്സിഡൻ്റലായിട്ട് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തോ? പ്രേം അഹൂജയെ കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ ഗണ്ണെടുത്തത്. പിന്നെ എന്തിനാണെന്ന് പറയൂ. കോടതിയിൽ എല്ലാവർക്കും അറിയണമല്ലോ. That I wanted to kill myself. ഇത് നുണ പറയുക. സ്വയം ഷൂട്ട് ചെയ്യാൻ പോയ ആള് പിന്നെ എന്തിനാ പ്രേം അഹൂജയെ ഷൂട്ട് ചെയ്തത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഐ ഒബ്ജെക്ട് മൈ ലോർഡ്. ഓവറോൾ റൂമിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ മരിച്ചുപോയി, പിന്നെ ഒരാൾ ഇവിടെയാ ഉള്ളത്. ഇദ്ദേഹമാണെങ്കിൽ സത്യം പറയുന്നില്ല കമാൻഡർ കാവസ് നാനാവട്ടി. പക്ഷേ ഇവിടെ എല്ലാം മനസ്സിലാക്കിയ ഒരാള്, മെമ്പർ ഓഫ് ദ ജൂറി, മൈ ലോർഡ്, കൂടാതെ ഇവിടെയുള്ള എല്ലാവരും ഈ പ്രേം ഭഗവാൻ അഹൂജ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാരോടും. എന്തിനാ ഈ നാടകമൊക്കെ? നാടകമൊന്നുമല്ല, തലയോട്ടിയാ. ഈ തലയോട്ടി ഇപ്പോഴും ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആദ്യം അകത്ത് വെക്കാനാ പറഞ്ഞത്. താങ്ക് യു. കുറച്ച് ദിവസം മുമ്പ് ഇദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 2 ചെവി ഉണ്ടായിരുന്നു, കണ്ണുണ്ടായിരുന്നു, ചിരിച്ചിരുന്നു, കരഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ജീവനോടെ ഇല്ല. ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങളുണ്ട്. നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻസ്പെക്ടർ, എന്താ ഇതൊക്കെ? ഇദ്ദേഹത്തിനോടും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം അയാളെ പുറത്താക്കൂ. സ്വയം വലിയ ആളെന്ന വിചാരം, പക്ഷെ ഒരിക്കലും സത്യം പറയാറില്ല അല്ലേ? സാർ, നിങ്ങൾ തമാശ കാണിക്കായിരുന്നു അല്ലേ? Do I look like a stand-up comedian?
സോറി സാർ, പക്ഷേ സ്കൾ കോടതിയിൽ... സാർ, ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെ പറ്റി പുസ്തകം എഴുതാം. ഗുഡ്, ദെൻ ഗോ ആൻഡ് ഇന്റർവ്യൂ ഹിം. സാർ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ട്വിറ്ററിലുണ്ടോ? യെസ് സാർ. എത്ര ഫോളോവേഴ്സ് ഉണ്ട്? സാർ, ഒരു 300 പേരുണ്ടാവും. എനിക്ക് 1,00,000 ഫോളോവേഴ്സ് ഉണ്ട്. ആ സമയത്ത് ട്വിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ #ചന്തു ത്രിവേദി #സ്കൾ ട്രെൻഡായി മാറിയേനെ. പക്ഷേ ട്വിറ്റർ ഇല്ലാതെ ട്രെൻഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ?